നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. മലയാളിയും ബ്രിട്ടനിൽ നിന്നുള്ള CPM പാർട്ടി കോൺഗ്രസ് പ്രതിനിധിയുമായ രാജേഷ് കൃഷ്ണയെ CPM പാർട്ടി കോൺഗ്രസ് വേദിയിൽ നിന്ന് പുറത്താക്കുകയും അദ്ദേഹത്തിന്റെ പ്രതിനിധി എന്ന അംഗത്വം റദ്ദു ചെയ്യുകയും ചെയ്ത നടപടി വലിയ വിവാദമായിരിക്കുകയാണ്. മാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്നയാളാണ് സിനിമാ നിർമ്മാതാവ് കൂടിയായ രാജേഷ് കൃഷ്ണ. ഇംഗ്ലണ്ടിലെ CPM ഘടകത്തിലെ അംഗമായ രാജേഷ് കൃഷ്ണ കേരളത്തിലെ CPM നേതാക്കളുടെ ഉറ്റ തോഴനായിട്ടാണ് അറിയപ്പെടുന്നത്. പുഴു എന്ന സിനിമ നിർമ്മിക്കുകയും മമ്മൂട്ടിയെ അതിൽ നായകനാക്കുകയും ചെയ്ത രാജേഷ് കൃഷ്ണക്കെതിരെ പുഴു എന്ന സിനിമയുടെ സംവിധായക രത്തിനയുടെ ഭർത്താവ് ഷംഷാദ് നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. തന്റെ കുടുംബം തകർത്തുവെന്നും നിരവധി സാമ്പത്തിക തട്ടിപ്പുകളും ക്രമക്കേടുകളും രാജേഷ് കൃഷ്ണ നടത്തിയെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത്. അതുവഴി അദ്ദേഹം CPM നേതാക്കളെയും കണ്ട് ഈ വിഷയം ഉന്നയിക്കുകയും മുഖ്യമന്ത്രിക്ക് തന്നെ നിരവധി പരാതികൾ നൽകുകയും ചെയ്തിരുന്നു. പരാതികളെല്ലാം അന്വേഷണത്തിലാണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും CPM പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സ്ഥാനത്ത് നിന്നും രാജേഷ് കൃഷ്ണയെ ഒഴിവാക്കിയത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവം തന്നെയാണ്. കാരണം CPM-ന്റെ സമ്മേളന ചരിത്രത്തിൽ, പാർട്ടി കോൺഗ്രസുകളുടെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു പ്രതിനിധിയെയും ഒഴിവാക്കി സമ്മേളന നഗരി വിട്ടുപോകാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇവിടെ രാജേഷ് കൃഷ്ണയെ കുറിച്ച് നിരവധി ആരോപണങ്ങൾ CPM നേതൃത്വത്തിന്റെ മുന്നിലെത്തി. അത് പലതും സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ചുള്ള ആരോപണങ്ങളും വ്യക്തിപരമായ ആരോപണങ്ങളുമാണ്. പ്രത്യേകിച്ച് കുടുംബം തകർത്തു എന്ന് തുടങ്ങിയ ആരോപണങ്ങളുമാണ് രാജേഷ് കൃഷ്ണക്കെതിരെ CPM നേതൃത്വത്തിന് മുന്നിലെത്തിയത്. ഇംഗ്ലണ്ടിൽ ഹർകിഷൻ സിംഗ് സൊല്യത്തിന്റെ ഒരു ബന്ധു വഴിയാണത്രേ ഇയാൾ CPM പ്രതിനിധിയായി പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കാനുള്ള യോഗ്യത നേടിയത്. അങ്ങനെ ഇയാൾ ഇന്നലെ മധുരയിൽ എത്തുകയും ചെയ്തു. എന്നാൽ നിരവധി പരാതികൾ പാർട്ടിയുടെ നേതൃത്വത്തിന് മുന്നിലെത്തുകയും ഇംഗ്ലണ്ടിന്റെ ചുമതലയുള്ള PB അംഗം, ഇംഗ്ലണ്ടിലെ CPM-ന്റെ ചുമതലയുള്ള PB അംഗം അശോക് കുമാർ ദാവ്ലെക്ക് മുമ്പിൽ ഈ വിഷയം എത്തുകയും ചെയ്തു. അശോക് കുമാർ ദാവ്ലെ ആകട്ടെ ഈ സംഭവത്തെ കുറിച്ച് MA ബേബിയുമായി വിശദമായി സംസാരിച്ചു. അപ്പോൾ MA ബേബി പറഞ്ഞത്ര ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ടെന്നും ഇയാൾക്കെതിരെ നിരവധി സാമ്പത്തിക ക്രമക്കേടുകൾ അടങ്ങിയ ആരോപണങ്ങളും പരാതികളും നിലനിൽക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകളെ, രാജേഷ് കൃഷ്ണയെ പോലുള്ള ആളുകളെ പാർട്ടി കോൺഗ്രസിൽ ഒരു കാരണവശാലും പങ്കെടുപ്പിക്കാൻ പാടില്ലെന്നുമാണ് തന്റെ നിലപാടെന്നാണ് MA ബേബി അശോക് കുമാർ ദാവ്ലെയെ ബോധ്യപ്പെടുത്തിയത്. അശോക് കുമാർ ദാവ്ലെയും MA ബേബിയും ഒരുമിച്ച് നിന്ന് ഇയാളെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ രാജേഷ് കൃഷ്ണയുമായി അടുത്ത ബന്ധമുണ്ടെന്ന ആരോപണം നേരിടുന്ന MV ഗോവിന്ദന് പോലും നിശബ്ദനാകേണ്ടി വന്നു. MV ഗോവിന്ദന്റെ ചലച്ചിത്ര പ്രവർത്തകനായ മകനുമായി അടുത്ത ബന്ധമാണ് രാജേഷ് കൃഷ്ണയ്ക്കുള്ളതെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ ബ്രിട്ടൻ സന്ദർശിച്ചപ്പോൾ, ഇംഗ്ലണ്ട് സന്ദർശിച്ചപ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ കാര്യങ്ങളെല്ലാം നോക്കിയതും ഈ രാജേഷ് കൃഷ്ണയാണെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ബിനാമി ഇടപാടുകൾ ഉൾപ്പെടെ നിരവധി സാമ്പത്തിക ആരോപണങ്ങൾ നേരിടുന്ന ഒരാളെ CPM പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി പങ്കെടുപ്പിച്ചാൽ അത് പാർട്ടിക്ക് വലിയ ചീത്തപ്പേര് കേരളത്തിൽ ഉണ്ടാക്കുമെന്നും അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടാക്കുമെന്നുള്ള MA ബേബിയുടെയും അശോക് കുമാർ ദാവ്ലെയുടെയും കടുംപിടുത്തമാണ് ഇപ്പോൾ രാജേഷ് കൃഷ്ണയെ CPM പാർട്ടി കോൺഗ്രസിൽ നിന്നും ഒഴിവാക്കാൻ CPM പാർട്ടി നേതൃത്വത്തെ പ്രേരിപ്പിച്ചത്. ഇക്കാര്യത്തിൽ MV ഗോവിന്ദന് നിശബ്ദനായിരിക്കാനേ കഴിഞ്ഞുള്ളൂ എന്നാണ് പാർട്ടി പ്രതിനിധികൾ പലരും പറയുന്നത്. MA ബേബിയാണ് കടുത്ത നിലപാടെടുത്തത്. ഇക്കാര്യത്തിൽ കേരളത്തിൽ നിന്നൊരു മലയാളിയായ ഒരാൾ ഇത്തരം ആരോപണങ്ങൾ, സാമ്പത്തിക ആരോപണങ്ങൾ, ബിനാമി ഇടപാട് ആരോപണങ്ങൾ നേരിടുന്ന ഒരാൾ CPM-ന്റെ പാർട്ടി കോൺഗ്രസിൽ പ്രതിനിധിയായി വരുന്നത് പാർട്ടിയുടെ മുഖഛായയും പ്രതിച്ഛായയും ഇല്ലാതാക്കുമെന്ന് MA ബേബി അറുത്തുകുറിച്ച് പറഞ്ഞതോടെയാണ് രാജേഷ് കൃഷ്ണയെ പ്രതിനിധി സ്ഥാനത്ത് നിന്നും പുറന്തള്ളാൻ CPM തീരുമാനിച്ചത്. ഏതായാലും CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു പ്രതിനിധിയായി എത്തിയ ഒരു CPM-കാരന് അത് പാർട്ടി സമ്മേളന നഗരി പോലും വിട്ടുപോകേണ്ടി വരുന്ന അവസ്ഥ വരുന്നത്. കേരളത്തിലെ CPM-ൽ സജീവമാകാൻ അടുത്ത കാലത്ത് രാജേഷ് കൃഷ്ണ ചില ശ്രമങ്ങൾ നടത്തുകയും നിയമസഭാ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനൊക്കെ ശ്രമിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനെല്ലാം കടുത്ത നിലപാടുകൾ കേരളത്തിലെ നേതാക്കൾ എടുക്കുകയും ചെയ്തിരുന്നു. പക്ഷേ CPM-ലെ MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കളുമായുള്ള ബന്ധമാണത്രേ രാജേഷ് കൃഷ്ണയെ വീണ്ടും വീണ്ടും പാർട്ടിയിൽ ശക്തനാകാൻ പിന്തുണ നൽകിയതെന്നറിയുന്നു. ഏതായാലും രത്തിന എന്ന സംവിധായകയുടെ ഭർത്താവ് അടക്കമുള്ള ആളുകൾ നിരവധി പരാതികൾ ഇദ്ദേഹം പാർട്ടി കോൺഗ്രസിൽ പങ്കെടുക്കുന്നതിനെതിരെ പാർട്ടി നേതൃത്വം നൽകിയെന്നും ഇതേ തുടർന്നാണ് MA ബേബിയും അശോക് കുമാർ ദാവ്ലെയും അതിശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇയാളെ പാർട്ടി സമ്മേളന വേദിയിൽ നിന്ന് പുറന്തള്ളിയതെന്നും CPM കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയും.